ഹായ് ഹായ് ഞാനിന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പെയിൻറ്റിങ്സൊക്കെ അത്യാവശ്യം വരയ്ക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ പെയിൻറ്റിങ് പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ വരയ്ക്കും അത്യാവശ്യം. അപ്പോൾ അങ്ങനെ കുറച്ച് പെയിൻറ്റിങ്സ് വരച്ചത് എൻ്റെ കയ്യിൽ ഒരു 1.5 വർഷമായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനത് ഫ്രെയിം ചെയ്തിട്ട് വാളിൽ എവിടെയെങ്കിലും ഹാങ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഫ്രെയിം ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് ആ കടക്കാർ നമ്മുടെ അവർക്കതൊരു കട ചെയ്യുന്നവർക്ക് അതൊരു ഇൻകാണല്ലോ. അപ്പം നമുക്കത് ഫിനാൻഷ്യലി അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു പടം ഫ്രെയിം ചെയ്യുമ്പോൾ അവരെ നമ്മളെ യൂട്ടിലൈസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അവർ സ്ക്വയർ ഫീറ്റ് റേറ്റിനൊക്കെയാണ് ഒരു പടം. നമ്മൾ സാധാരണ ഒരു കടയിൽ പോയിട്ട് സാധാരണ ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് ഒരു പടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഫ്രെയിം ചെയ്ത പടമാണെങ്കിൽ തന്നെ പല റേറ്റിൽ കിട്ടാറുണ്ട് അല്ലേ. 250 150 റേഞ്ച് തൊട്ടൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അതേ സൈസ് ഉള്ള ഒരു പടമായിട്ട് നമ്മൾ വെച്ചായിട്ട് അവിടെ ഫ്രെയിം ചെയ്യാൻ ചെന്നാൽ അവർ നമ്മളെ കഴുത്തറുപ്പം കൂലിയാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് എനിക്കത് അത്ര അഫോർഡബിൾ ആയിട്ട് തോന്നിയില്ല. ഞാനിതെല്ലാം കൂടെ ഫ്രെയിം ചെയ്തിട്ട് തൂക്കണമെന്ന് വിചാരിച്ച് വെച്ചിരുന്നു. പക്ഷേ ആ പെയിൻറ്റിംഗ് ഒക്കെ ഇപ്പം പൊടിഞ്ഞ് പോകാൻ തുടങ്ങി. കുറേയൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പോയി തുടങ്ങിയപ്പോൾ ഇത് ഞാൻ അങ്ങനെ വരച്ച ഒരു പടമായിരുന്നേ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ എല്ലായിടവും പോയി, ഇവിടെയൊക്കെ പോയി. അപ്പം ഞാൻ വിചാരിച്ചത് ഇനി ഫ്രെയിം ചെയ്യാൻ നോക്കിയിരുന്നാൽ നടക്കത്തില്ല. അതുകൊണ്ട് ഹാങ് ചെയ്യാം. അങ്ങനെ ഹാങ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. ഇതൊരു അബ്സ്ട്രാക്ട് പെയിൻറ്റിങ് പോലെ 3 ചെയ്തതായിരുന്നു. പിന്നെ അതുകൂടാണ്ട് കുറച്ച് പെയിൻറ്റിങ്സ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഡൈനിങ് റൂമിൻ്റെ ഏരിയയിലും പിന്നെ 3 ബെഡ്റൂമിലാണ് ഹാങ് ചെയ്തത്. എൻ്റെ വീഡിയോയിൽ ഇതേപോലത്തെ വീഡിയോസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പുതിയതായിട്ട് തുടങ്ങിയതാണ് ഈ ചാനൽ. അപ്പോൾ പുതിയതല്ല, കുറേ നാളായിട്ട് തുടങ്ങിയതാണ്. ഇടയ്ക്കിടും, പിന്നെ മടി കാരണം ഇടാതിരിക്കും, വീണ്ടും ഇടും. പിന്നെ ആരും വ്യൂസ് ഒട്ടും കിട്ടാത്തപ്പോൾ നിരാശയായിട്ട് വീണ്ടും ഇടാതിരിക്കും, പിന്നീടും. അങ്ങനെ ഇപ്പോൾ 100 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ നിലവിൽ. അപ്പോൾ ആർക്കെങ്കിലും പിന്നെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.